നമസ്കാരം. അയോധ്യ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയായിട്ടുള്ള ശ്രീരാമന്റെ കൂടും കുടുക്കിയടക്കം സംഘികൾ അടിച്ചുകൊണ്ടുപോയി. നിങ്ങൾ എത്ര പേർ അറിഞ്ഞു? കേരളത്തിൽ സംഘികൾ അല്ലെങ്കിൽ ഇന്ത്യയിലാകട്ടെ എവിടെയുള്ള സംഘികൾക്ക് അമ്പലങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാധനാലയങ്ങൾ എന്ന അർത്ഥത്തിലല്ല, അല്ലെങ്കിൽ ഭക്തിയുള്ള ഇടങ്ങളല്ല. അവരെ സംബന്ധിക്കുന്നിടത്തോളം അതിൻ്റെ മറവിൽ പാവപ്പെട്ട ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന പണത്തെ ഭക്തിയുടെ മാർഗത്തിലൂടെ പിഴിഞ്ഞെടുത്ത് ആ ക്ഷേത്രത്തിലല്ല സ്വന്തം പോക്കറ്റുകളിലേക്ക് ആക്കാനുള്ള ഒരു ഇടങ്ങളാണെന്ന് തെളിയിക്കപ്പെടുന്നതാണ് അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ. കേരളത്തിലെ ഒരു മാധ്യമങ്ങൾക്കും അയോധ്യ ക്ഷേത്രത്തിലെ ഈ സ്വർണം വെള്ളി വരുമാനങ്ങൾ ഉൾപ്പെടെ കട്ടുകൊണ്ടുപോയ വിഷയത്തെ ഒരു ചർച്ചയുമാക്കാതെ സംഘികൾ ചെയ്യുന്ന അമ്പലക്കൊള്ളകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ജനങ്ങൾ അറിയാതിരിക്കാൻ എത്രമാത്രം ജാഗ്രത അവർ പുലർത്തുന്നുണ്ടെന്ന് നമ്മുടെ നാട് അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കഴിഞ്ഞ ദിവസം 24 ചാനലിൽ ഈ അയോധ്യ രാമക്ഷേത്രത്തിലെ ഈ ഭക്തിക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിലെത്തിച്ച വെള്ളി ഇഷ്ടിക, സ്വർണം, നടവരുമാനം തുടങ്ങി ഒന്നും അവിടെയില്ല, സകലതും കട്ടുകൊണ്ടുപോയി. അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നില്ല. പ്രാണപ്രതിഷ്ഠയിൽ ഉൾപ്പെടെ നിരന്നു നിന്ന രാജ്യത്തിന്റെ പ്രഥമ പൗരൻ അഥവാ സ്വയം സേവകൻ, ആ സ്വയം സേവകന് പോലും അയോധ്യയിൽ നിന്ന് പണം അടിച്ചുകൊണ്ട് പോയി എന്നറിഞ്ഞപ്പോൾ ഒരു ഞെട്ടലുമില്ല. അപ്പോൾ ദൈവമെന്ന് പറഞ്ഞാൽ സംഘികളെ സംബന്ധിക്കുന്നിടത്തോളം വെറും ഒരു കച്ചവട ഉൽപ്പന്നം മാത്രമാണ്. ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ ഭക്തി ഉള്ളിൽ കുത്തി നിറച്ച് അവരുടെ കീശയിലിരിക്കുന്ന കാശുകൾ അവിടെ എത്തിച്ച് അത് യഥേഷ്ടം കൊണ്ടുപോകുക എന്നത് മാത്രമാണ് ഇവരുടെ ലക്ഷ്യമെന്ന് അയോധ്യ തെളിയിക്കുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വിശ്വാസത്തിന്റെ അട്ടിപ്പേറുമായി അവതരിച്ചവരാണ്. ക്ഷേത്രങ്ങളുടെ നടത്തിപ്പെല്ലാം തങ്ങളെ ഏൽപ്പിക്കൂ എന്ന് വീമ്പ് പറഞ്ഞവരാണ്. സകലമാന മതപുരോഹിതർ മുതൽ ഒരു മതത്തോട് മാത്രം പ്രീതി കൂടാതെ പ്രവർത്തിക്കേണ്ട പ്രധാനമന്ത്രി വരെ അണിനിരന്ന പ്രാണപ്രതിഷ്ഠ നടത്തിയ ഇടമാണ്. തലപ്പത്ത് മുതൽ താഴെത്തട്ട് വരെ RSSകാരാൽ നിയന്ത്രിക്കപ്പെടുന്ന രാമക്ഷേത്രമാണ്. പ്രാണപ്രതിഷ്ഠ മുതൽ ഭക്തർ നൽകിയ സ്വർണവും വെള്ളിയും തുടങ്ങി നാണയത്തുട്ടുകൾ വരെ ആരുടെയൊക്കെയോ പോക്കറ്റുകളിലേക്ക് ഒഴുകാൻ തുടങ്ങിയിട്ട് നാളേറെയായിട്ടും പ്രതികളുമില്ല, നടപടിയുമില്ല. അയോധ്യ ക്ഷേത്രത്തിലേക്ക് എത്തിയ 60 കിലോ തൂക്കം വരുന്ന വെള്ളിക്കട്ടകൾ രേഖകളിൽ എവിടെയുമില്ല എന്നാണ് ഇതുവരെ വന്നതിൽ ഔദ്യോഗിക കണക്ക്. അതിലപ്പുറം എത്ര പോയി എന്നതിന്റെ ഒരു കണക്കുപോലുമില്ല. കാണിക്ക എണ്ണാൻ തുച്ഛമായ വരുമാനത്തിന് വന്നിരുന്നവർ ഇന്ന് ആഡംബര വീടുകളുടെയും വാഹനങ്ങളുടെയും ഉടമകളാണ്. കൊള്ളയുടെ ഉറവിടം തൊടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അന്വേഷണ സംഘത്തിന് ശബരിമല മുതൽ അയോധ്യ വരെ ആരാധനാലയ നടത്തിപ്പുകാർക്ക് വിശ്വാസം ചൂഷണമാർഗം മാത്രമാകുന്ന കാലമാണ്. അവിശ്വസനീയ കൊള്ള ഭക്തിയുടെ മറവിലാണ്. ശബരിമലയിൽ വൈകാരിക പ്രതികരണം നടത്തിയവർക്ക് പക്ഷേ മിണ്ടാട്ടമില്ല അയോധ്യയിലെ അസാധാരണ കൊള്ളയിൽ. ശബരിമലയിൽ വിശ്വാസത്തെയും വിശ്വാസിയെയും സംരക്ഷിക്കാനിറങ്ങിയ BJPക്ക് കണ്ടില്ലെന്ന മട്ടാണ് അയോധ്യയിൽ. ശബരിമല മുതൽ അയോധ്യ വരെ അമ്പലക്കൊള്ളയ്ക്ക് അറുതിയില്ലേ. കോടാനുകോടി രൂപയുടെ സ്വത്താണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഏറ്റവും വിചിത്രമായിട്ടുള്ള കാര്യം, ഈ നടവരുമാനം എണ്ണി തിട്ടപ്പെടുത്താൻ ഏൽപ്പിച്ചിരുന്നവർ ഇന്നലകളിൽ ഒരെറ്റും ചെറുപ്പും ഇല്ലാത്തവന്മാരായിരുന്നു. ഇന്നിപ്പോ നോക്കുമ്പോൾ ആ സംഘികളെല്ലാം കോടാനുകോടി രൂപയുടെ സ്വത്തിന്റെ ഉടമകളായി മാറിയിരിക്കുന്നു. വലിയ വീടുകൾ, ആഡംബര ജീവിതം, ആഡംബര കാറുകളെല്ലാം ഉണ്ടായിരിക്കുന്നു. ആരുടെ പണം? ദൈവത്തിന്റെ പേരിൽ ഈ നാട്ടിൽ ആരാണ് അമ്പലങ്ങൾ കൊള്ളയടിക്കുന്നു എന്നും ക്ഷേത്രങ്ങൾക്കകത്ത് സംഘികളുടെ ലക്ഷ്യം ഒരിക്കലും വിശ്വാസവും ഭക്തിയല്ല, അവിടത്തെ സമ്പത്തും അവിടെ വരുന്ന വരുമാനവും മാത്രമാണെന്ന് തെളിയിക്കുന്നതാണ്. രാമന്റെ നാട് എന്ന് പറഞ്ഞ ഇടത്ത് രാമനെ തന്നെ അടിച്ചുകൊണ്ട് പോകുന്ന രീതിയിൽ, അല്ലെങ്കിൽ രാമന്റെ മറവിലിരുന്നു കൊണ്ട് സംഘികൾ നടത്തിയിരിക്കുന്ന ഈ കൊള്ള രാജ്യം ഞെട്ടലോടെ കാണേണ്ടതും ചർച്ച ചെയ്യേണ്ട വിഷയത്തെയും മാധ്യമങ്ങൾ വിദഗ്ധമായി ഒളിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലെ യഥാർത്ഥ അമ്പലക്കള്ളന്മാർ സംഘികളാണെന്നുള്ള യാഥാർത്ഥ്യം, അവർ അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് ഒരിക്കലും ഭക്തിക്ക് വേണ്ടിയോ വിശ്വാസത്തിനു വേണ്ടിയോ അല്ല, അവിടത്തെ സ്വത്തും സമ്പത്തും കണ്ടിട്ടാണെന്നും വരുമാനം കണ്ടിട്ട് മാത്രമാണെന്ന് തെളിയിക്കുന്നതാണ് ഈ വിവരങ്ങൾ. ആ വിവരങ്ങൾ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ പലതും വാർത്തയാക്കാതെ അവർ ഒളിപ്പിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഈ നാട്ടിൽ എങ്ങനെയാണ് മാധ്യമങ്ങളിലൂടെ ഈ കേന്ദ്രന്മാരെ അല്ലെങ്കിൽ ഗോദി മീഡിയ എന്ന് പറയുന്നവർ വിശ്വഗുരുവിനെ പ്രീണിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കപ്പുറം യഥാർത്ഥ കള്ളന്മാരും കൊള്ളക്കാരും ഉള്ളത് ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെന്നും അത് ഹിന്ദു എന്ന മറവിലിരുന്നു കൊണ്ട് ഹിന്ദു ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഹിന്ദുവിനെ തന്നെ കൊള്ളയടിക്കുന്ന വലിയ കൊള്ള സംഘത്തെയും മാഫിയയും തുറന്നു കാട്ടുന്നില്ല എന്ന് പറയുന്നിടത്ത് ഈ രാജ്യത്തെ മാധ്യമങ്ങളും ആ കൊള്ളയുടെ ഒരു വിഹിതം പറ്റിക്കൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളെ വഞ്ചിക്കുന്നവരായി മാറിക്കഴിഞ്ഞു എന്ന് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാത്തിടത്തോളം പറയേണ്ടി വരികയാണ്.